നമസ്കാരം, എല്ലാവർക്കും സാപ്പിയൻസ് PSCയുടെ പുതിയൊരു കറന്റ് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തെ കുറിച്ചാണ്. 55ാമത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 2025 പ്രഖ്യാപിച്ചു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാനായി പോകുന്നത്. സമയം കളയാതെ നമുക്ക് പോയിന്റുകളിലേക്ക് പോകാം. ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് 55ാമത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമാണ് പ്രഖ്യാപിച്ചത്. അപ്പം ഈ 55ാമത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവുമായി ബന്ധപ്പെട്ട് ഈ ഒരു പുരസ്കാരം പ്രഖ്യാപിക്കുന്ന മന്ത്രി സജി ചെറിയാനാണ് ഈ ഒരു അവാർഡ് പ്രഖ്യാപിക്കുന്നത്. ഇപ്പോഴത്തെ യുവജനകാര്യം, ഫിഷറീസ്, സാംസ്കാരിക മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അത് സജി ചെറിയാനാണ്. അതുപോലെ തന്നെ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാനാണ് റസൂൽ പൂക്കുട്ടി. ഈ രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഓർത്തിരിക്കണം. പ്രഖ്യാപിച്ച മന്ത്രി സജി ചെറിയാനാണ്. അതുപോലെ തന്നെ റസൂൽ പൂക്കുട്ടിയാണ് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ. അടുത്തതായിട്ട് ആരായിരുന്നു ജൂറി ചെയർമാൻ? ഇപ്പോഴത്തെ ജൂറി ചെയർമാൻ പ്രമുഖ സിനിമാ നടനായ പ്രകാശ് രാജാണ് ജൂറി ചെയർമാൻ പ്രകാശ് രാജാണ്. എന്നാൽ രചനാ വിഭാഗം ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ മധു ഇറവങ്കര എന്നാണ് പേര്. രചനാ വിഭാഗത്തിലെ ജൂറി ചെയർമാൻ ആയിരുന്നത് മധു ഇറവങ്കര. ആ പേരൂടെ ഒന്ന് ഓർമ്മയിൽ സൂക്ഷിക്കുക. ഇനി പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് വരുമ്പോൾ മികച്ച ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ്. ഇതായിരുന്നു മികച്ച ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ് ആണ്. ഈ ഒരു പുരസ്കാരത്തിൽ, ഈ പറഞ്ഞ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ നേടിയ ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ് ആണ്. 10 പുരസ്കാരങ്ങളാണ് മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമ ഈ ഒരു പുരസ്കാരത്തിൽ നേടിയത്. 10ഓളം പുരസ്കാരങ്ങൾ നേടി. അതില് മികച്ച ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ് ആണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇത് സംവിധാനം ചെയ്തത് ചിദംബരം. മഞ്ഞുമ്മൽ ബോയ്സ് സംവിധാനം ചെയ്തത് ചിദംബരമാണ്. അദ്ദേഹത്തിനാണ് മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത്. ചിദംബരം. ഇനി ഞാൻ പറഞ്ഞു മികച്ച സിനിമ മഞ്ഞുമ്മൽ ബോയ്സ്. അതുപോലെ തന്നെ മികച്ച തിരക്കഥാകൃത്തിനുള്ള പുരസ്കാരം ലഭിച്ചതും ചിദംബരം. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക. മികച്ച ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ്, 10 പുരസ്കാരങ്ങൾ ആ ഒരു ചിത്രം നേടി. മികച്ച സംവിധായകൻ ചിദംബരം, മികച്ച തിരക്കഥാകൃത്ത് ചിദംബരം. ജൂറി ചെയർമാനാര് പ്രകാശ് രാജ്. രചനാ വിഭാഗത്തിൽ ജൂറി ചെയർമാൻ മധു ഇറവങ്കര. ഈ അവാർഡ് പ്രഖ്യാപിക്കുന്നത് മന്ത്രി സജി ചെറിയാനാണ്. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ റസൂൽ പൂക്കുട്ടിയാണ്. ഇത്രയും കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത്. അടുത്ത ഒരു ഭാഗത്തിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് പഠിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മികച്ച നടൻ. മമ്മൂട്ടിയാണ് മികച്ച നടൻ. മമ്മൂട്ടി 10 തവണ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഏറ്റുവാങ്ങി. 10 തവണ ഏറ്റുവാങ്ങി. ഈ 10 തവണ ഏറ്റുവാങ്ങി എന്ന് പറയുമ്പോൾ അതിൽ 7 തവണ മികച്ച നടനുള്ള പുരസ്കാരമാണ് നേടിയത്. 7 തവണ മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി പുരസ്കാരം നേടിയ ആളാണ് ശ്രീ മമ്മൂട്ടി. 1984 അടിയൊഴുക്കുകൾ എന്ന ചിത്രത്തിനായിരുന്നു ആദ്യമായി മികച്ച നടനുള്ള പുരസ്കാരം ശ്രീ മമ്മൂട്ടിക്ക് ലഭിക്കുന്നത്. 1984 അടിയൊഴുക്കുകൾ. പിന്നീട് 1989 ഒരു വടക്കൻ വീരഗാഥ, മൃഗയ, മതിലുകൾ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മമ്മൂട്ടിക്ക് ലഭിച്ചു. ആ 3 ചിത്രമായിരുന്നു. ഒരു വടക്കൻ വീരഗാഥ, മൃഗയ, മതിലുകൾ. 1989. അപ്പം ആ ഒരു ഗ്യാപ്പ് നിങ്ങൾക്ക് 5 വർഷമായിട്ട് കൂട്ടാം. 1984 5 കൂടെ കൂട്ടുമ്പോൾ 1989. വീണ്ടും ഒരു 5 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 1994 കിട്ടും. അവിടെയുള്ളത് വിധേയൻ, പൊന്തന്മാട, വാത്സല്യം എന്നീ ചിത്രങ്ങളാണ്. 1994 1994, 1984, 1989, 1994. നേരെ നമ്മൾ 2004 പിന്നീട് വരുന്നത്. 2004 കാഴ്ച എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചു. അവിടുന്ന് നേരെ നമ്മൾ 2009 വരണം. അവിടെ മികച്ച നടനുള്ള പുരസ്കാരം അദ്ദേഹത്തിന് നേടിക്കൊടുത്തത് പാലേരി മാണിക്യമാണ്. 2009 ശേഷം 2022 വരുമ്പോൾ അവിടെ നമ്മളെല്ലാം കേട്ടിട്ടുള്ള തന്നെ ചിത്രമായ
നൻപകൽ നേരത്ത് മയക്കം എന്ന ചിത്രം 2022 മികച്ച നടനുള്ള പുരസ്കാരം നേടി. 2024 അദ്ദേഹത്തിന് മികച്ച നടനുള്ള പുരസ്കാരം നേടിക്കൊടുത്തത് ഭ്രമയുഗം എന്ന ചിത്രമായിരുന്നു. അപ്പൊ ഇങ്ങനെയായിരുന്നു മികച്ച നടനുള്ള പുരസ്കാരം ശ്രീ മമ്മൂട്ടിക്ക് നേടിക്കൊടുത്ത ചിത്രങ്ങളുടെ പട്ടിക. 7 തവണ മികച്ച നടനുള്ള പുരസ്കാരം അദ്ദേഹം നേടി. അതുകൂടാതെ 3 തവണ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. 1 തവണ സഹനടനായി അദ്ദേഹം ഉണ്ടായിരുന്നു. അതായത് 1981 അഹിംസ എന്ന ചിത്രത്തിന് മികച്ച സഹനടനുള്ള പുരസ്കാരം ലഭിച്ചു. അതുകൂടാതെ യാത്ര, നിറക്കൂട്ട് എന്ന ചിത്രങ്ങൾക്ക് പ്രത്യേക പുരസ്കാരം അദ്ദേഹത്തിന് 1985 ലഭിച്ചു. അതുകൂടാതെ 2023 കാതൽ എന്ന സിനിമയുടെ നിർമ്മാതാവ് മമ്മൂട്ടിയായിരുന്നു. അടുത്തത് മികച്ച നടിയിലേക്ക് വരുമ്പോൾ മികച്ച നടിയാണ് ഷംല ഹംസ. ഷംല ഹംസയാണ് മികച്ച നടി. മികച്ച നടിക്കുള്ള പുരസ്കാരം ഷംല ഹംസയ്ക്ക് നേടിക്കൊടുത്ത ചിത്രമാണ്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഫെമിനിച്ചി ഫാത്തിമ. ഫെമിനിച്ചി ഫാത്തിമ എന്ന ചിത്രത്തിന് ഷംല ഹസയ്ക്ക് മികച്ച നടിക്കുള്ള പുരസ്കാരം നേടി. മികച്ച നടൻ മമ്മൂട്ടി, മികച്ച നടി ഷംല ഹംസ. ഓക്കെ, നമുക്കിനി അടുത്തൊരു ഭാഗത്തേക്ക് വരാം. അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ മികച്ച സ്വഭാവ നടനുള്ള പുരസ്കാരം. മികച്ച സ്വഭാവ നടനുള്ള പുരസ്കാരം 2 പേർക്ക് ലഭിച്ചു. ഒന്ന് സൗബിൻ ഷാഹിറിനാണ്, മറ്റൊന്ന് സിദ്ധാർത്ഥ് ഭരതനാണ്. 2 പേർക്കാണ് മികച്ച സ്വഭാവ നടനുള്ള പുരസ്കാരം ലഭിച്ചത്, സൗബിനും സിദ്ധാർത്ഥ് ഭരതനും. അപ്പൊ സൗബിന്റെ സിനിമ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മഞ്ഞുമൽ ബോയ്സ് ആണെങ്കിൽ സിദ്ധാർത്ഥ് ഭരതന്റെ ഭ്രമയുഗം എന്ന ചിത്രമായിരുന്നു തെരഞ്ഞെടുത്തത്. ഓക്കെ, അപ്പം സൗബിനും സിദ്ധാർത്ഥ് ഭരതനും മികച്ച ഗാനരചയിതാവ്. മികച്ച ഗാനരചയിതാവിനുള്ള പുരസ്കാരം ലഭിച്ചത് വേടനാണ്. കുതന്ത്രം എന്ന പാട്ടിനാണ്. സിനിമ മഞ്ഞുമ്മൽ ബോയ്സ് ആണ്. അതുപോലെ തന്നെ മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം ലഭിക്കുന്നത് സുഷിൻ ശ്യാമിനാണ്. മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം ലഭിക്കുന്നത്. പിന്നണി ഗായികയ്ക്കുള്ള പുരസ്കാരം ലഭിക്കുന്നത് സബാ ടോമിക്കാണ് ലഭിക്കുന്നത്. പിന്നണി ഗായികയ്ക്കുള്ള പുരസ്കാരം ലഭിക്കുന്നത് സെബാ ടോമിക്കും, പിന്നണി ഗായകനുള്ള പുരസ്കാരം ലഭിക്കുന്നത് സബാ ടോമിക്കും. KS ഹരിശങ്കറിനാണ് മികച്ച പിന്നണി ഗായകനുള്ള പുരസ്കാരം ലഭിക്കുന്നത്. അതുപോലെ തന്നെ മികച്ച ജനപ്രീതിയുള്ള കലാമൂല്യമുള്ള ചിത്രമായി തെരഞ്ഞെടുത്തത് പ്രേമലു എന്ന ചിത്രമാണ്. ഈ പ്രേമലു എന്ന ചിത്രം സംവിധാനം ചെയ്തത് ഗിരീഷ് AD ആണ്. പ്രേമലു എന്ന ചിത്രം സംവിധാനം ചെയ്തത് ഗിരീഷ് AD ആണ്. അതുപോലെ തന്നെ മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത് ഫാസിൽ മുഹമ്മദിനാണ്. മികച്ച നവാഗത സംവിധായകൻ ഫാസിൽ മുഹമ്മദ് ആണ്. അദ്ദേഹത്തിന്റെ ചിത്രമാണ് ഫെമിനിച്ചി ഫാത്തിമ. നമ്മൾ പറഞ്ഞു മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയത് ആ ചിത്രം, അത് സംവിധാനം ചെയ്തത് ഫാസിൽ മുഹമ്മദ് ആണ്. അടുത്തത് സ്ത്രീ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് നൽകുന്ന പ്രത്യേക പുരസ്കാരം ലഭിച്ചത് പായൽ കപാഡിയ എന്ന ആൾക്കാണ്. സ്ത്രീ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനുള്ള പ്രത്യേക പുരസ്കാരം ലഭിച്ചത് പായൽ കപാഡിയ എന്ന ചിത്രമാണ് പ്രഭയായി നനച്ചതെല്ലാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് എനിക്ക് പറഞ്ഞു തരാനായിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ട് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് കാണാം. എല്ലാവർക്കും നന്ദി.